ഹലോ ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഇന്റർവ്യൂവിന് ശേഷം പെരുമഴക്കാലം പോലെ പോസ്റ്റുകളും അതുപോലെ തന്നെ ചാറ്റുകളും ഒക്കെ ഇങ്ങനെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഗായ്സ്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബുദ്ധിയേറ്റു, പരാതിക്കാരെയും ആരോപണക്കാരെയും ഒക്കെ പുകച്ചു പുറത്ത് ചാടിക്കാനുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആ ഒരു ബുദ്ധി അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. വളരെ സൗമ്യനായിട്ട്, വളരെ സാധാരണക്കാരനായിട്ട്, വളരെ സൗമ്യനായിട്ട്, യാതൊരു തരത്തിലുള്ള നീരസവും ഇല്ലാതെ ആ ഒരു രീതിയിലുള്ള ആ ഒരു ഇന്റർവ്യൂ, ഹാഷ്മിയുടെ ആ ഒരു ഇന്റർവ്യൂ ബഹുകേമായിരുന്നു, അസാധ്യം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതിൻ്റെ ഫലമായിട്ട് എന്താ പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ല പെരുമഴക്കാലം അല്ല സ്ഫോടനാത്മകമായിട്ട് അവിടുന്ന് ഇവിടുന്ന് എല്ലാം പോസ്റ്റുകളൊക്കെ ഇങ്ങനെ നിറയുവാണ്, ആരോപണക്കാരുടെയും പരാതിക്കാരുടെയും. എന്തായാലും തന്നെ നമുക്ക് എല്ലാം ഒന്ന് നോക്കാം. അപ്പോൾ എന്തായാലും ഒരു റിപ്പോർട്ടർ ചാനലല്ല, ഒരു റിപ്പോർട്ടറാണല്ലോ, ഒരു ന്യൂസ് റിപ്പോർട്ടർ, ലേഡി ന്യൂസ് റിപ്പോർട്ടർ, അവരുടെ പേരൊന്നും ഞാൻ പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈ ഒരു ജേർണലിസം അങ്ങോട്ട് ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഇവരൊക്കെ അങ്ങ് വലിയ ആൾക്കാരായി എന്നുള്ളതാണ് അവരുടെയൊക്കെ ഭാവം. എന്നിട്ട് കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്ത്, ബ്യൂട്ടി പാർലറിൽ പോയി കുറച്ച് മേക്ക് ഓവറൊക്കെ ചെയ്ത് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് വന്നാൽ എനിക്കത് ധൈര്യമായിട്ട് പറയാം. കാരണം ഞാൻ ബ്യൂട്ടി പാർലറിൽ പോകുന്ന ഒരാളല്ല. നിങ്ങൾക്ക് ചിലപ്പോൾ സംശയം തോന്നും, പക്ഷെ ഞാൻ അങ്ങനെ പോകുന്ന ആളല്ല. ആരെങ്കിലും ഒരാളെങ്കിലും ഞാനൊരു ബ്യൂട്ടി പാർലറിൽ പോയി ഒരു 10 വർഷത്തിനിടയ്ക്ക് ഞാനൊരു ഫേഷ്യൽ ചെയ്തിട്ടുണ്ട് എന്ന് എന്നെ വെല്ലുവിളിച്ചാൽ അവർ ചോദിക്കുന്നത് എന്ത് പണിയും ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാം. അപ്പം ഞാനൊരു ബ്യൂട്ടി പാർലറിൽ പോയി ഒരു ഫേഷ്യൽ, ഈവൻ ഒരു ത്രെഡ് പോലും ഞാൻ ചെയ്യുന്ന ഒരാളല്ല. സ്വന്തമായിട്ടാണ് എൻ്റെ മേക്കപ്പ് കാര്യങ്ങളൊക്കെ, മേക്കപ്പ് ആയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ ഒരു ബ്യൂട്ടി പാർലറിൽ പോയി മേക്ക് ഓവറൊക്കെ ചെയ്ത്, നാളെ ഞാൻ പോയിക്കൂടുന്നില്ല, അതും കൂടി ഒന്ന് പറയണമല്ലോ കേട്ടോ. നമ്മൾ മൂവി ഫീൽഡിലൊക്കെ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ പോകേണ്ട അവസ്ഥ വരും, ചിലപ്പം ഓരോന്ന് സ്റ്റൈൽ മാറ്റേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുപോലെ ഓരോരോ സ്റ്റൈലുകൾ കാര്യങ്ങളൊക്കെ മാറ്റി ഒരു ചാനലിലൊക്കെ വന്നിരുന്ന 10 വർത്താനം നന്നായിട്ട് പറഞ്ഞാൽ ഞാൻ എന്തോ വലിയ സംഭവമായി എന്ന് വിചാരിക്കുന്ന കുറേ ചേച്ചിമാരുണ്ടല്ലോ ചാനലുകളിൽ. അപ്പോൾ ആ ചേച്ചിയിലെ ഒരു ചേച്ചിയാണ് ഈ പരാതിക്കാരെ മുഴുവൻ കോർഡിനേറ്റ് ചെയ്ത രീതിയിലാണ്. ഒന്നാം പരാതിക്കാരിയുടെ കൂട്ടുകാരി എന്നുള്ള ലേബലിൽ വന്ന ചേച്ചി ഇപ്പോൾ 3ാം പരാതിക്കാരിയുടെ ചാറ്റുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജേർണലിസം പഠിക്കുന്നതിനകത്ത് എവിടെയൊക്കെയോ കുറച്ച് നിയമപരമായ എന്ന് പറഞ്ഞാൽ നിയമവുമായിട്ട് ബന്ധപ്പെട്ട കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. അതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടാവാൻ എനിക്കറിയില്ല. അപ്പം പോട്ട് ഈ ഒരു റിപ്പോർട്ടർ, ജേർണലിസ്റ്റുകളൊക്കെ അപ്ഡേഷൻസ്, ലോയുമായിട്ട് ബന്ധപ്പെട്ടത് ഒരു കേസൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് അത് കോടതിയിൽ എങ്ങനെയാണ് നടക്കുക, ഇതെങ്കിലും അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം കേട്ടോ. ഞാനത് ഒരു ഉപദേശമായിട്ട് പറയുവാണ്. കാരണം ഞാനിപ്പം ലോയർ ആണെങ്കിലും വേറൊരു ഫീൽഡ്, ഒരു ഡോക്ടറുടെ ഒരു കാര്യങ്ങൾ, പ്രഥമ ശുശ്രൂഷ, നമുക്കൊരു ഒരാൾക്കൊരു പ്രാഥമികമായിട്ട് ഒരു അറ്റാക്ക് വന്നാൽ അവർക്ക് എന്തൊക്കെ ചെയ്തു കൊടുക്കാൻ പറ്റും, അങ്ങനെ നമ്മൾ ഈ പ്രഥമ ശുശ്രൂഷകൾ ഒക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചിരിക്കും. അതെനിക്ക് ഒരു റിപ്പോർട്ടർ, ഒരു ചാനലിൽ അല്ലെങ്കിൽ ഒരു ജേർണലിസ്റ്റിന് വേണ്ട ഒരു ക്വാളിറ്റി അത് നമുക്കറിയാം. ഒരു പോലീസിൻ്റെ കാര്യങ്ങൾ, ഒരു പോലീസ് ആക്ട്, അങ്ങനെയുള്ള അങ്ങനെ റവന്യൂ വിഭാഗത്തിൽ എന്തൊക്കെയാണ് അവരുടെ ഒരു പ്രൊസീജിയർ, അങ്ങനെ ഓരോ വിഭാഗത്തിലെയും നമ്മൾ അറ്റ്ലീസ്റ്റ് അത്യാവശ്യം ഒരു മിനിമം ഒരു ചെറിയ അറിവെങ്കിലും നമ്മൾ നേടും. കാരണം നമ്മൾ ഈ ഫീൽഡിലൊക്കെ നിൽക്കുന്നത് കൊണ്ട്, നിയമജ്ഞ എന്നുള്ള രീതിയിൽ മാത്രമല്ല നമ്മൾ എല്ലാ ഫീൽഡിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നതുകൊണ്ട് അത്യാവശ്യം ഒരു ചെറിയ അറിവ്, അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടിയ ഒരു അറിവെങ്കിലും നമ്മുടെ ഉള്ളിലാണ്. പക്ഷെ അതുപോലും ഇല്ലാത്ത, ഇത്രയും വിവരമില്ലാത്ത ജേർണലിസ്റ്റുകളും ഞാൻ പറഞ്ഞ കണക്ക് കുറേ മേക്കപ്പ് ഒക്കെ ഇട്ട് ബ്യൂട്ടി പാർലറൊക്കെ പോയി സ്റ്റൈലിഷൊക്കെ ചെയ്ത് അങ്ങനെ വരുന്ന ഈ പെൺപിള്ളേരുടെ കാര്യം പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ എന്തായാലും ഇന്നലെ വന്ന ചാറ്റിനകത്ത് എന്താണ്, ഇന്നലെ ഒരു ചേച്ചി ഒരു ചാനലിലെ പ്രധാനമായിട്ടും ആ ചേച്ചിക്കാണ് ഈ പരാതിക്കാരികളെല്ലാം ക്രോഡീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വലിയ വിഷയം ഇറക്കിയിരിക്കുന്നത്. അതുകൊണ്ട് പെൺവേട്ടക്കാരൻ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നത്, പോവോട്ട് ഒരു വ്യക്തിയുടെ ഒരു പോസ്റ്റ് കണ്ടു, ഈ പോവോട്ടിനെ ന്യായീകരിക്കാൻ ഹാഷ്മിക്ക് എങ്ങനെ തോന്നി, ഹാഷ്മിക്ക് ഈ ജോലി അല്ലായിരുന്നു വേണ്ട, വേറെ ഏതോ ജോലിയാണ് പറയുന്ന ഇയാൾ എവിടത്തുകാരനാണ്, സെക്ഷൽ പോവട്ട് എന്ന് പറയുന്ന ഒരു കോടതി പറഞ്ഞു ഇതൊരിക്കലും ഒരു ബലാത്സംഗമല്ല, ഒരു പീഡനമല്ല. ഇവിടെ ഞാൻ എപ്പോഴും പറയുന്നതാണെങ്കിൽ എത്രയോ അവളുമാര് ഓരോരുത്തരുമായിട്ടും പരസ്പരം ഇഷ്ടപ്പെട്ട് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്ന എത്രയോ സ്ത്രീകളും പുരുഷന്മാരും ഉണ്ട്. അവർ ബ്രേക്കപ്പ് ആവും, അവർ വീണ്ടും അടുത്താണ് കണ്ടുപിടിക്കും. അത് കല്യാണം കഴിച്ചാൽ 3-4 വിവാഹം കഴിച്ച ആൾക്കാരുണ്ട്. അതിനെന്താണ് എവിടെയാണ് അതിന് വിലക്ക്, അവിടെ എവിടെയെങ്കിലും പിന്നെ ലൈംഗിക വൈകൃതം, അതാണ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നത്. അപ്പം ഈ ചേച്ചിയുടെ പോസ്റ്റിൽ ചെരുപ്പ് വാങ്ങിച്ചു കൊടുത്ത പൈസയുടെ കണക്കും
സൺസ്ക്രീൻ വാങ്ങിച്ചു കൊടുത്ത പൈസയുടെ കണക്കും, അങ്ങനെ കുറേ കണക്കുകൾ, മാത്സ്, കുറച്ച് മാത്തമാറ്റിക്കൽ ചാറ്റുകളൊക്കെയാണ് കേട്ടോ. കാശിൻ്റെ കണക്കുകളാണ്. ഈ കാശ് ആര് കൊടുത്തു എന്നോ സാധനം ആര് വാങ്ങിച്ചു എന്നോ എന്നൊന്നുമില്ല. കാരണം അറ്റവും മുറിയുമാണ്. തലയും വാലും ഇല്ലാത്ത ഒരു ഉടൽ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്കതിനെ ആരാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്ത രീതിയിലാണ്. കാരണം മുകളിലോട്ടും ഇല്ല താഴോട്ടും ഇല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ അത് തന്നെയാണ് പറഞ്ഞത്. മുകളിലോട്ടും താഴോട്ടുമുള്ള ചാറ്റില്ല. ചാറ്റ് പുറത്ത് വിടുമ്പോൾ ഫുൾ ചാറ്റാണ് പുറത്ത് വിടേണ്ടത്. അവരുടെ പേര് വിവരങ്ങളില്ലെങ്കിൽ പേര് വിവരങ്ങളിൽ മാർക്ക് കൊടുക്കാമല്ലോ. അവരത് മറയ്ക്കാനുള്ള, ബ്ലർ ചെയ്യാനുള്ള സംവിധാനം ഇന്നുണ്ട് ഒരു ചാറ്റ് പുറത്തിന്. പിന്നെ ഈ ചാറ്റുകൾ പുറത്ത് വിട്ടപ്പോൾ ആർക്കാണ് ഗുണം കിട്ടിയത്? രാഹുൽ മാങ്കൂട്ടത്തിൽ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബലാത്സംഗം ചെയ്തു എന്നെ ആദ്യത്തെ ദിവസം തന്നെ കണ്ടപ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് ഹോട്ടലിലൊക്കെ റൂമിലൊക്കെ ഇരുന്നു. നമ്മൾ ഒരു പരാതിക്കാരെ അവഹേളിക്കാനല്ല, ഇത് പ്രാഥമികമായിട്ടുള്ള സാധാരണ ഒരു മനുഷ്യന്റെ പൊതുസമൂഹത്തിന്റെ ഒരു സംശയം മാത്രമാണ്. എന്നെ പോലെയുള്ള ലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ സംശയം മാത്രമാണ്. പരിചയപ്പെട്ടു, ഹോട്ടലിലർക്ക് റൂം ബുക്ക് ചെയ്ത് ജസ്റ്റ് സംസാരിക്കാൻ വേണ്ടി, കോൺഫിഡൻഷ്യൽ ആയിട്ട് സംസാരിക്കാൻ വേണ്ടി റൂമൊക്കെ ബുക്ക് ചെയ്ത് ഒരു ചേച്ചി കാത്തിരിക്കുമ്പോൾ, മൂന്നാം പരാതിയിലെ ചേച്ചി കാത്തിരിക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇങ്ങോട്ട് കയറി വന്നു, കഥകടച്ചു, കുറ്റിയിട്ടു, ശരീരം മുഴുവൻ മാന്തി പൊളിച്ചു, ക്രൂരമായി ബലാത്സംഗം ചെയ്തു, മുഖത്തേക്ക് തുപ്പി. ഇതൊന്നും നമ്മൾ കണ്ടുപിടിച്ചല്ല, ആ ചേച്ചിയുടെ പരാതിക്കകത്തുള്ളതാണ് കേട്ടോ. ആ ചേച്ചി എഴുതി കൊടുത്ത പരാതി, അല്ലെങ്കിൽ ആ ചേച്ചി പറഞ്ഞു കൊടുത്ത പോലീസ് ഇട്ടിരിക്കുന്ന പരാതിയിലുള്ള സംഭവമാണ്. ദേഹമാകെ മാന്തി പൊളിച്ചുവെന്നും ചീത്ത വിളിച്ചുവെന്നും അതുപോലെ തന്നെ മുഖത്ത് തുപ്പിയെന്നും. അങ്ങനെ മാന്തി പൊളിച്ച് തുപ്പിയ ഒരുത്തനാണോ ഈ സൺസ്ക്രീനും ഈ ചെരുപ്പും ഈ സാധനങ്ങളും വാങ്ങിച്ചു കൊടുത്തത്? എന്നിട്ടാണ് ആ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ് ഇത്രമാത്രം ക്രൂരമായിട്ട് വളരെ വൈകൃതത്തോടു കൂടി ഒരു സാഡിസ്റ്റ് എന്നുള്ള രീതിയിലും ഇത്ര ക്രൂരമായിട്ടുള്ള ഒരു ലൈംഗിക, ഒരു സെക്ഷൽ പെർവേർട്ട്, അതാണല്ലോ അവർ വിശേഷിപ്പിച്ച പദം, സെക്ഷൽ പെർവേർട്ട്, ലൈംഗിക വൈകൃതക്കാരൻ. ഈ ഒരു വ്യക്തിയാണ് പിന്നീട് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് പോണു. സൺസ്ക്രീൻ വാങ്ങിച്ചു കൊടുക്കുന്നതിൻ്റെ വിലയാണ് ഇന്നലെ ചേച്ചി ഫേസ്ബുക്കിൽ ഇട്ടത്. സൺസ്ക്രീൻ വാങ്ങിച്ചു കൊടുക്കുന്നു, അത് വാങ്ങിച്ചു കൊടുക്കുന്നു, ഇത് വാങ്ങിച്ചു കൊടുക്കുന്നു, മറ്റേത് വാങ്ങിച്ചു കൊടുക്കുന്നു, മറിച്ചേത് വാങ്ങിച്ചു കൊടുക്കുന്നു, ഇങ്ങനെ വാങ്ങിച്ചു കൊടുത്തതിൻ്റെ ലിസ്റ്റ്. അല്ലേ ചേച്ചി, ഞങ്ങളൊക്കെ കഞ്ഞിയാണ്, ഞങ്ങൾ അരിയാഹാരം കഴിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾക്ക് നാണമില്ലേ? നാണവും മാനവും ഉളുപ്പും ഇല്ലേ ഇങ്ങനെയുള്ളൊരു സാധനം എടുത്തിട്ടുകൊണ്ട് വരാനായിട്ട്? ഇത് തന്നെയല്ലേ നമ്മളും പണ്ട് തൊട്ടേ, ആദ്യം തൊട്ടേ ഇവിടുത്തെ മനുഷ്യന്മാരെല്ലാം ചോദിക്കുന്നത്. ഇതിന് എങ്ങനെയാണ് പീഡനം എന്ന് പറയുന്നത്? ഈ പീഡിപ്പിച്ച് എന്നെ ഒരുത്തൻ ഇങ്ങനെ പീഡിപ്പിച്ച് എന്നെ ഇങ്ങനെ ദേഹം മാന്തി പൊളിച്ച് എൻ്റെ മുഖത്തേക്ക് തുപ്പി, പീഡിപ്പിച്ചില്ലെങ്കിൽ പോട്ടും എൻ്റെ മുഖത്തേക്ക് തുപ്പിയ ഒരുത്തനെ തിരിച്ചവനെ കൈകൊണ്ട് ഉപയോഗിക്കാം, അല്ലെ കൈകൊണ്ട് അവനെ ഉപദ്രവിക്കാൻ പറ്റിയില്ലല്ലോ, അവനെ കാർക്കിച്ച് അവൻ്റെ മുഖത്തെങ്കിലും ഒന്ന് തുപ്പൂല്ലേ. പിന്നീട് ഞാൻ അവന് ചെരുപ്പ് വാങ്ങിക്കാൻ പോകും, അവന് ഞാൻ സൺസ്ക്രീനും കറുത്തു പോവും. ചേട്ടാ നീ കറുത്തു പോവും, അതുകൊണ്ട് നീ സൺസ്ക്രീനൊക്കെ ഇട്ടിട്ട് വേണേ പുറത്തേക്കൊക്കെ പോകാൻ എന്ന് പറഞ്ഞിട്ട് സൺസ്ക്രീൻ ഉൾപ്പെടെയുള്ള അതിനൊക്കെ പെർഫ്യൂം. എൻ്റെ പൊന്നോ പറയണ്ട, എൻ്റെ കർത്താവേ, ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇതെല്ലാം വാങ്ങിച്ചു കൊടുത്തെന്ന് കൊള്ളാല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ ഒരുപാട് ആണുങ്ങൾക്ക് ഇതുപോലെയുള്ളതല്ല പീഡനം, ലൈംഗിക വൈകൃതത്തിൻ്റെ പീഡനമുള്ള ആണുങ്ങൾക്കെല്ലാം ഒരു സ്കോപ്പ് ഉണ്ട് എന്നുള്ളതല്ലേ അവിടെ ചേച്ചി പറഞ്ഞു വയ്ക്കുന്നത്. അത് ഇഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളും ഉണ്ട്. അതുകൊണ്ടല്ലേ ഇതെല്ലാം ചെയ്തതിന് ശേഷവും, അത് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണല്ലോ ഇങ്ങനെയുള്ള ലൈംഗിക വൈകൃതമായിട്ടുള്ള രീതിയിൽ അവരെ ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ ആ ഒരു വ്യക്തി പിന്നീട് സൺസ്ക്രീൻ വാങ്ങിച്ചു കൊടുക്കുന്നു, പെർഫ്യൂം വാങ്ങിച്ചു കൊടുക്കുന്നു, പൈസ അയച്ചു കൊടുക്കുന്നു, നല്ല ചെരുപ്പിടാൻ പറയുന്നു. അപ്പോൾ അവരത് എൻജോയ് ചെയ്തു എന്നുള്ളതാണല്ലോ. നമ്മൾ പൊതുസമൂഹം സാധാരണക്കാർ നമ്മളല്ല, എന്ത് വിചാരിക്കാനാണ്? അപ്പോൾ അങ്ങനെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചാറ്റ് ഇട്ടപ്പോഴത്തേക്ക് ആ കേസ് എന്ന് പറയുന്ന സംഭവമേ പോയി. ഒരു കോടതിയിലൊക്കെ ചെല്ലുമ്പോൾ ഈ സ്ത്രീയെ പോലീസോ അല്ലെങ്കിൽ ഈ പ്രോസിക്യൂഷൻ ഭാഗം പറയുന്നതിൻ്റെ 100 ഇരട്ടിയായിരിക്കും ഡിഫൻസ് വക്കീൽ വലിച്ചു കീറാൻ പോണത്. പ്രോസിക്യൂഷൻ പറയുന്നതിന് 100 ഇരട്ടിയായിരിക്കും. കാരണം ഇവിടെ ഫുള്ള് കിടക്കുവാണ്. ഇപ്പം ഞാൻ ഈ ചോദിച്ചില്ലേ, ഞാൻ വളരെ സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് വളരെ മാന്യമായ ഭാഷയിൽ ഇത്രയും ചോദിച്ചത്. ഇത് കോടതിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മുടെ ഭാഷയൊക്കെ വേറെയാണ്. കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഇതൊരു ഒരു ട്രയലിൻ്റെ സമയത്ത്, ഒരു വിചാരണ സമയത്ത് ഇവർ കോടതിയിൽ എക്സാമിനേഷൻ, ക്രോസ് എക്സാമിൻ, ചീഫ് എക്സാമിൻ, ഇങ്ങനെ പറഞ്ഞ കുറേ സംഭവങ്ങളുണ്ട്, പ്രൊസീഡിങ്സ്. അതൊക്കെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ ഭാഷ ഇതൊന്നും അല്ല. ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്ത വാക്കുകളായിരിക്കും നമുക്ക് പറയാൻ കഴിയുക. കാരണം നമ്മൾ നമ്മുടെ ക്ലൈന്റിനെ രക്ഷപ്പെടുത്തുക എന്നുള്ളത് പ്രധാനമാണ്. അതിലുപരി സത്യങ്ങൾ ഇവിടെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്.
അപ്പോൾ എന്തായിരിക്കും കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഇവരുടെ അവസ്ഥയെന്ന് ഇവരൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. പിന്നെ ഇതേപോലെ കള്ളക്കേസ് കൊടുത്താൽ തീർച്ചയായിട്ടും തിരിച്ച് അതിന് കേസ് കൊടുക്കാനുള്ള വകുപ്പുണ്ട്. നമ്മളെ ഒരു സമൂഹത്തിൽ ഡിഫൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മളെ ഒരു സമൂഹത്തിൽ നാണം കെടുത്താൻ ശ്രമിച്ചാൽ നമ്മൾക്കതിനെതിരെ തീർച്ചയായിട്ടും കള്ളക്കേസ് കൊടുത്താൽ നമ്മൾക്കതിനെതിരെ ശക്തമായിട്ട് പ്രതികരിക്കാം, പ്രതിരോധിക്കാം. അതിന് പരാതി കേസ് എടുക്കുന്നില്ലെങ്കിൽ പോലീസ് കേസ് എടുക്കുന്നതിന് സിവിൽ സൂട്ട് ഫയൽ ചെയ്യാം. അപ്പം ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഈ ചേച്ചിയുടെ കാര്യമാണ്. അതിനുശേഷം അപ്പോൾ ഈ ചേച്ചിയുടെ കാര്യം ചീറ്റിപ്പോയേ. അപ്പോൾ ഇച്ചിരിയെങ്കിലും ഞാൻ പറയാം, ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ ഒരു പത്രപ്രവർത്തനം നടത്തുന്ന ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലയിൽ ഒരു ഇത്തിരിയെങ്കിലും വിവരം ഉണ്ടായിരുന്നെങ്കിൽ, ഒരു വിവരം അല്ലെ ബുദ്ധിയും പൊക്കണോ ഉണ്ടായിരുന്നെങ്കിൽ, ബുദ്ധിയും ബോധവും പൊക്കണോ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇതേപോലെ ഒരു ചാറ്റ് അവർ പുറത്തേക്ക് വിടുവോ? കാരണം ഇത് കോടതിയുടെ ഇത് അപ്പം തന്നെ ചീറ്റിപ്പോയില്ലേ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ബലാത്സംഗം അവിടെ കഴിഞ്ഞു. ബലാത്സംഗം എന്ന് പറഞ്ഞ സംഭവമേ ഇനി അവിടെ വരുന്നില്ല. എന്തോ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പരാതിക്കാരിയോട് ഇവർക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടെന്നുള്ളതാണ് ഇപ്പം എനിക്ക് തോന്നിയത് കേട്ടോ. ഈ പരാതിക്കാരിയോട് പർപ്പസ്ഫുള്ളി അവർക്ക് എന്തെങ്കിലും വിരോധം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും അവരിതൊക്കെ എടുത്തിട്ടത്. അല്ലെങ്കിൽ ഒരു വിവരമെങ്കിലും ഉള്ള ആൾക്കാർ ഇതൊക്കെ എടുത്തിടുവും? ഒരിക്കലും എടുത്തിട്ടില്ല. നമ്മൾ പിന്നീട് അയാളുമായിട്ട് ചാറ്റ് ചെയ്തോ, നമ്മൾ പിന്നീട് അയാളുമായിട്ടുള്ള റിലേഷൻസ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ കഴിഞ്ഞില്ലേ, ബലാത്സംഗം എന്നുള്ള സംഭവം പോയില്ലേ. പിന്നെ അതിനുശേഷം ഒരു സ്ത്രീ, ഒരു രാഷ്ട്രീയത്തിലുള്ള ഒരു സ്ത്രീ, അവരുടെയും ഞാൻ പേര് പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഒരു രാഷ്ട്രീയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞെങ്കിൽ ഇത് ബ്യൂട്ടി പാർലറൊക്കെ പോയി സ്റ്റൈലിഷ് ഒക്കെ ചെയ്ത് മേക്ക് ഓവറൊക്കെ ചെയ്ത് വരുന്ന ഒരു സ്ത്രീയാണ് ഈ ജേർണലിസ്റ്റ്. രണ്ടാമത് പുട്ടിയൊക്കെ ഇട്ട് അമിതമായി മേക്കപ്പ് ഒക്കെ ഇട്ട് ഭയങ്കരമായിട്ട്, നമ്മളൊക്കെ ജനിച്ചപ്പോഴേ ഈ കളർ തന്നെ, ഇതിനൊന്നും ഒരു വ്യത്യാസമില്ല. ഇപ്പം കളർ കുറച്ചുകൂടി കുറഞ്ഞു, ഭയങ്കരമായ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെയൊക്കെ വെളുപ്പെന്ന് പറഞ്ഞു വരുമ്പോൾ ഒരു പച്ചരി പോലുള്ള വെളുപ്പുണ്ടല്ലോ, അതേയാണ് ഒരു വെളുത്ത കളറാണ് എൻ്റെ ഫെയർ കളർ. അപ്പം നമ്മളൊന്നും ഒരു മേക്കപ്പ്, ഒരു സൺസ്ക്രീനും ഒരു ഇതും ആകെപ്പാടുന്ന ലിപ്സ്റ്റിക്ക് മാത്രമാണ്. അപ്പോൾ ഇത് പുറത്ത് നമ്മളെ അറിയാവുന്ന എല്ലാവർക്കും അറിയുകയും ചെയ്യാം നമ്മളിങ്ങനെ തന്നെയാണെന്ന്. ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം. ഒരു കിലോ പുട്ടിയും എടുത്ത് മുഖത്ത് തേച്ചു, അവിടെ എല്ലാം തേച്ചു, ഒരു വല്ലാത്തൊരു ഭീകരമായ ഒരു അവസ്ഥയിൽ വരുന്ന ഒരു ചേച്ചി, രാഷ്ട്രീയത്തിലെ ചേച്ചി കേട്ടോ. ആ ചേച്ചി ഇന്നലെ വന്ന് ഒരു ചാനൽ, നമ്മുടെ മരംവെട്ടി ചാനലുണ്ടല്ലോ, കള്ള ചാനൽ, മരമുറിപ്പ് കേസിലെ പ്രതികളുടെ ചാനൽ, ആ ചാനൽ വന്നിരുന്ന് ഭയങ്കരമായിട്ട് അങ്ങ് പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയാണ്, നീ അങ്ങനെയാണടാ, അവൻ അങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ ഇങ്ങനെയാണ്, അവൻ മറ്റേതാണ്. എന്തിനാ ചേച്ചി ഇങ്ങനെയുള്ള സംസാരം? അയാൾ പറഞ്ഞിട്ടുള്ള അയാൾ പറഞ്ഞ എന്താണ്, നിങ്ങൾ ചാറ്റുകൾ മുഴുവൻ പുറത്ത് വിടൂ, അല്ലെങ്കിൽ ഞാൻ വിടാം. അത് ഹാഷ്മി ഓൾറെഡി കാണിക്കുകയും ചെയ്ത്. എന്തിനാണ് ഇങ്ങനെ ഘോരം പ്രസംഗിക്കുന്നത്? ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി. പൊതുസമൂഹത്തിന് ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്ന്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെയും വാ തുറക്കാഞ്ഞതുകൊണ്ട് നിങ്ങളൊക്കെ രക്ഷപ്പെട്ടു. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബുദ്ധി, ഞാൻ ആദ്യം പറഞ്ഞ പോലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബുദ്ധിയായിരുന്നു ഇവിടെ പരാതിക്കാരെയും ആരോപണക്കാരെയും എല്ലാം പുകച്ചു പുറത്തേക്ക് അടിക്കുക. ഇവർ പറയുന്ന ഓരോ വാക്കുകളിലും മുഴുവൻ കള്ളമാണ്, പച്ചക്കള്ളമാണ്. ഇവർ പറയുന്നതിൽ ഒരു യാഥാർത്ഥ്യവുമില്ല, ഒരു റിയൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അല്ല ഇവർ പറയുന്നതെന്ന്. ഇവർ സംസാരിക്കുന്ന ഭാഷ, ഇവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അത് തന്നെയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആവശ്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന അതിബുദ്ധിമാനായ ചെറുപ്പക്കാരൻ കൃത്യമായിട്ടുള്ള സമയത്ത് അമ്പെയ്തു. ആ അമ്പ് കൊള്ളേണ്ടവർക്കൊക്കെ കൊണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഉദാഹരണമാണ് ജേർണലിസ്റ്റ് ചേച്ചിയുടെ ഫേസ്ബുക്ക് പോസ്റ്റും രാഷ്ട്രീയ ചേച്ചിയുടെ റിപ്പോർട്ടർ ചാനലിലെ ഇന്റർവ്യൂ, റിപ്പോർട്ടിങ് എന്താ പറയണേ, അതിന് പറയുന്നത് മാധ്യമങ്ങളെല്ലാം കൂടി വിളിച്ചുകൂടി പ്രസ് മീറ്റ്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചവർക്ക് ചോദ്യമുണ്ട്. 2020 കർഷക സമരത്തിന് വിളിച്ച് ചേച്ചി പിന്നെ എന്തിനാണ് വീണ്ടും മെസ്സേജ് അയക്കുന്നത്? എന്നോട് ഒരാൾ മോശമായിട്ട് പെരുമാറി, എനിക്ക് അയാളെ താല്പര്യമില്ലെങ്കിൽ പിന്നെ ഞാൻ അയാളെ അവിടെ വെച്ച് കട്ട് ചെയ്യുക. അവനിനി ദൈവം തമ്പുരാനായാലും ശരി, ദേവേന്ദ്രൻ വന്നാലും നമുക്ക് അവനെ വേണ്ട എന്ന് തോന്നിയാൽ, അവനോട് നമുക്ക് ഒരു താല്പര്യമില്ല, അവൻ നമ്മളോട് മോശമായി പെരുമാറി, നമുക്ക് ആ പെരുമാറിയ പെരുമാറ്റം പോയിന്റ്, അവൻ പെരുമാറിയ പെരുമാറ്റം, ദേവേന്ദ്രൻ വന്ന് എന്നോട് പെരുമാറിയ പെരുമാറ്റം എനിക്ക് 100% ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അവനെ കട്ട് ചെയ്യും. അല്ല, അവൻ മോശമായി പെരുമാറിയതെങ്കിലും ഞാൻ മനസ്സുകൊണ്ട് അത് ആസ്വദിച്ചെങ്കിൽ ഞാൻ വീണ്ടും അവൻ്റെ കൂടെ പോവും, അല്ലെങ്കിൽ അവൻ വിളിക്കുന്നിടത്ത് പോവും, അല്ലെങ്കിൽ അവനോട് ഞാൻ സംസാരിക്കാൻ പോവും. പോയിന്റ് അല്ലേ? കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്? അല്ലെങ്കിൽ നിങ്ങൾ തന്നെ പറയും. അപ്പോൾ ഇതാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളതാണ് ഒരു
വക്കീൽ മാത്രമല്ല, ഒരിത്തിരി സൈക്കോളജിയൊക്കെ പഠിച്ച് അത്യാവശ്യം കുറേ ആൾക്കാരുമായിട്ടൊക്കെ കൗൺസിലിംഗ് ഒക്കെ ചെയ്യുന്ന അത്യാവശ്യം കുറച്ച് ആൾക്കാർ, വളരെ കുറച്ച് ആൾക്കാരുമായിട്ടൊക്കെ സംസാരിക്കുന്ന സ്ത്രീകൾ, പ്രത്യേകിച്ചും സ്ത്രീകൾ. ഞാൻ എൻ്റെ കൂടെ എൻ്റെ ക്ലയൻസ് ഒരുപാട് പേരും സ്ത്രീകളാണ്. എന്ന് പറഞ്ഞാൽ ഫാമിലി കേസ് മാത്രമല്ല ചെയ്യുന്നത്, എന്നാലും സ്ത്രീകളുടെ ഒരു കൗൺസിലിംഗ്. കാരണം കാശ് വാങ്ങിക്കാതെ ഒരുപാട് കൺസൾട്ടേഷൻ ഞാൻ ചെയ്യുന്നുണ്ട്, കാശ് മീൻസ് ഫീസ് ഇല്ലാതെ പാവപ്പെട്ട ആൾക്കാർ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ ഞാൻ കേൾക്കുന്നതുകൊണ്ട് അവരിൽ നിന്നൊക്കെയുള്ള ഒരു അറിവ്, അവർ പറയുന്ന അറിവുകൾ, അവർ ഓരോരുത്തരും നമുക്ക് ഓരോ സെന്റൻസ് പറയുമ്പോഴും അതിൽ നിന്ന് നമുക്ക് അറിവുകൾ കിട്ടുകയാണ്. നമ്മൾ വലിയ അറിവിൻ്റെ നിറകുടമൊന്നുമല്ല, മറ്റുള്ളവരിൽ നിന്ന് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ അവർ ചെയ്യുന്ന പ്രവർത്തികൾ കാണുമ്പോൾ അതിൽ നിന്നെല്ലാം നമ്മൾ അറിവുകൾ ഗ്രാസ്പ് ചെയ്യണം, അല്ലേ? നമ്മൾ അറിവ് പിടിച്ചെടുക്കുകയാണ്, നമ്മുടെ തലച്ചോറിലേക്ക് അറിവുകൾ കൊണ്ടുവരികയാണ്. അങ്ങനെയാണ് നമ്മൾ കുറച്ചും കൂടിയൊക്കെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ പറ്റുന്നത്. അല്ലാണ്ട് നമ്മുടെ തലച്ചോറിൽ നമ്മളങ്ങ് വലിയ അറിവുള്ള ബുദ്ധിജീവികളൊന്നും അല്ലല്ലോ. നമുക്ക് അവിടുന്ന് ഇവിടുന്നൊക്കെ കിട്ടുന്ന പോയിന്റുകൾ, ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ക്രോഡീകരിച്ച് നമ്മളതിനെക്കുറിച്ച് തിങ്ക് ചെയ്യും. ഇത് കറക്റ്റാണോ, അത് കറക്റ്റാണോ, ഇത് എങ്ങനെയാണ്, അതങ്ങനെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഇങ്ങനെ ചേച്ചിമാരെ ആരോപണക്കാരികൾ പരാതിക്കാരികളും ആരോപണക്കാരൊക്കെ പുറത്തേക്ക് ചാടുന്ന ഒരു രംഗം, അതും ഒരു ബുദ്ധിയുമില്ലാതെ. സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ടെന്നാണ് എൻ്റെ ഒരു ധാരണ. ഞാൻ പറയുന്നത് എപ്പോഴും സ്ത്രീകൾ ഭയങ്കര സ്ട്രോങ് ആണ്, സ്ത്രീകൾക്ക് ഭയങ്കര ബുദ്ധിയുണ്ട്. പക്ഷെ വെറും വിവരമില്ലാത്ത, ഇത്രയും ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങൾ, അതും വലിയ സംഭവങ്ങളാണെന്നും പറഞ്ഞ് നടക്കുന്ന ഇത്രയും വിവരമില്ലാത്ത, ഇത്രയും ബുദ്ധിയില്ലാത്ത പെണ്ണുങ്ങളെ ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുവാണ്. ഒരു നിയമം പോട്ടെ, കോമൺ സെൻസ് കൊണ്ട് ചിന്തിച്ചൂടെ? കോമൺ സെൻസ്, നിയമം എന്തിനാണ് പഠിക്കുന്നത്? കോമൺ സെൻസ് ഉള്ള ഒരു സാധാരണ വീട്ടമ്മ, 5ാം ക്ലാസ് പഠിച്ച ഒരു വീട്ടമ്മ, 5ാം ക്ലാസ് വരെ സ്കൂളിൽ പോയിട്ടില്ല, അങ്ങനെ പറയുന്ന ഒരു സാധാരണക്കാരിയല്ല, ഒരു സാധാരണക്കാരന് മനസ്സിലാക്കാൻ കഴിയുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു സംഭവം, ഒരു ബലാത്സംഗം, ഇത്രയും ക്രൂരമായി പീഡിപ്പിച്ച, ഇത്രയും ശരീരം മാന്തി പൊളിച്ച, മുഖത്തേക്ക് കാർക്കിച്ച് തുപ്പിയ ഒരുത്തന് പിന്നീട് പെർഫ്യൂം വാങ്ങിച്ചു കൊടുക്കുവോ? പിന്നെ അവിടെ എങ്ങനെയാണ് ബലാത്സംഗത്തിന് പരാതി കൊടുത്ത് കോടതിയിലേക്ക് പോവുക? അത്രയേ ഉള്ളൂ. അതിലാണ് 18 ദിവസം ഒരുത്തനെ പിടിച്ച് ജയിലിലിട്ടിരുന്നത്. എന്തായാലും ആ മജിസ്ട്രേറ്റിൻ്റെ ഒക്കെ ഒരവസ്ഥയെ, എൻ്റെ ദൈവമേ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുൻസിഫും മജിസ്ട്രേറ്റും ഒക്കെ ആവണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ 10 വർഷത്തെ എക്സ്പീരിയൻസും 10 വർഷത്തെ നിയമത്തിൻ്റെ എക്സ്പീരിയൻസും ഇത്ര കേസുകൾ ചെയ്ത ഒരു എക്സ്പീരിയൻസും ഒക്കെ ഉള്ളവരെ മാത്രമേ അറ്റ്ലീസ്റ്റ് ഈ മുൻസിഫും മജിസ്ട്രേറ്റും ഒക്കെ ആക്കാൻ പാടുള്ളൂ. കാരണം നീതിന്യായ പീഠത്തിലിരിക്കുന്ന അത്ര പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വർഷമെങ്കിലും മുൻസിഫിനൊക്കെ, ഒരു വർഷമെങ്കിലും LLB കഴിഞ്ഞ് ഒരു വർഷമെങ്കിലും മുൻസിഫൊക്കെ ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യണം. ഒരു വർഷം ഇപ്പം വെറും LLB പാസ്സായി തന്നെ അപ്പം തന്നെ മുൻസിഫിന് പരീക്ഷ എഴുതാം, ജയിക്കാം, പോയിട്ട് അവിടെ മുൻസിഫായിട്ട് അപ്പോയിന്റ് ചെയ്ത് അവരവിടെ ഇരിക്കും. അല്ലാണ്ട് യാതൊരു തരത്തിലുള്ള നിയമത്തിൻ്റെ ഒരു കാര്യങ്ങളും, ഒരു പ്രാക്ടീസ് വേണ്ട, ഒന്നും വേണ്ട. അതുകൊണ്ടാണ് നമ്മുടെ കോടതികളൊക്കെ ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോണത്. മജിസ്ട്രേറ്റുമാർക്ക് ഒരു 10 വർഷമെങ്കിലും മിനിമം അഡ്വക്കേറ്റ് പ്രൊഫഷനിൽ നന്നായിട്ട് വർക്ക് ചെയ്ത് നിയമം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിനു ശേഷം മാത്രം ഇവർക്കൊക്കെ ഒരു തസ്തികയിലേക്ക് എക്സാം എഴുതാനുള്ള ഒരു ഇത് കൊടുക്കുക, എലിജിബിലിറ്റി കൊടുക്കുക. അല്ലാണ്ടൊക്കെ ആയിക്കഴിഞ്ഞാലാണ് ഇവർക്കും ഒന്നിനും അറിയില്ല. പിന്നെ അപ്ഡേഷൻസ് എപ്പോഴും എല്ലാ വർഷവും ഇവർക്കൊക്കെ ട്രെയിനിങ് കൊടുക്കണം. ഓരോ മജിസ്ട്രേറ്റുമാർക്കും മുൻസിഫുമാർക്കും അതുപോലെ എല്ലാവർക്കും ഒരു ട്രെയിനിങ് കൊടുക്കണം. അപ്ഡേഷൻസ്, പുതിയ നിയമങ്ങളുടെ അപ്ഡേഷൻസ്. 2024 ജൂലൈ 1-ാം തീയതിയാണ് പുതിയ BNS നിലവിൽ വന്നത്, നമ്മുടെ ഭാരതീയ ന്യായ സംഹിത. അതിനു മുമ്പ് നമ്മുടെ IPC ആയിരുന്നു. ഈ സെക്ഷൻസ് എല്ലാം ഒരു തരത്തിൽ നമ്പറുകൾ മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളിപ്പോൾ പെട്ടെന്ന് IPC, നമ്മളിപ്പോൾ മർഡർ എന്ന് പറയുമ്പോൾ പണ്ട് IPC 300, ഇപ്പം നമ്മളൊന്ന് ആലോചിക്കണം. കാരണം അതൊന്ന് പഠിച്ചു വരണം എത്രയാണ്. അപ്പോൾ അതിൻ്റെ നമ്പേഴ്സ് മാറ്റിയിട്ടുണ്ട്, പിന്നെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ മാറ്റങ്ങൾ വരുത്തി അതൊരു സുപ്രീം കോടതിയുടെ ഓരോ കേസുകൾ വരുമ്പോൾ എല്ലാ ദിവസവും സുപ്രീം കോടതികളിലും ഹൈക്കോടതികളിലും ഇന്ത്യയിലെ എല്ലാ ഹൈക്കോടതികളിലും കേസുകൾ വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് എടുത്ത് മെൻഷൻ ചെയ്തിട്ട് അവർ പരാമർശിക്കുന്ന ഓരോ കോടതികളും ഓരോന്നും പരാമർശിക്കും. നമ്മളൊരു കേസ് വാദിക്കുമ്പോൾ ആ പരാമർശങ്ങളോട് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ ആർഗ്യൂ ചെയ്യുന്നത്. നമ്മുടെ ആർഗ്യുമെന്റ് നോട്ട്സിനകത്ത് അതെല്ലാം നമ്മൾ ഇന്നതായി കഴിഞ്ഞ ആഴ്ചയിൽ സുപ്രീം കോടതി ഇങ്ങനെ ഒരു കേസിനകത്ത് വിധി പറയുന്നതിനിടയിൽ ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ വിചാരണ വേളയിൽ ഇങ്ങനെ പരാമർശിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കോടതികൾ ആർഗ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ട്രയലിനകത്ത് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ അതൊന്നും അറിയില്ല, അതൊന്നും നിയമത്തിനെ കുറിച്ചുള്ള യാതൊരു അവബോധവും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ. അത് ഈ ജേർണലിസ്റ്റ് തലത്തിലായാലും മാധ്യമരംഗത്ത് ഒരു വിവരവും ഇല്ലെന്നുള്ളത്, ഒരു വിവരവും ഇല്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടാൽ നമുക്ക് ചിരി വരും. നിയമത്തിന്റെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ ചിരി വരും. ഇവർ എന്താ അറിഞ്ഞിട്ടാണ് പറയുന്നത്. അതേ കണക്ക് പോലീസുകാർക്ക്, IPS റാങ്കിലുള്ള ആൾക്കാർക്ക് പോലും നിയമം അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. പോലീസ് ആക്ട് എന്ന് പറയുന്നുണ്ട്, അവരത് മാത്രം വായിച്ചിട്ടിരുന്നാൽ എങ്ങനെയാണ് അവർക്ക് ഒരു കേസ്, ഇതേപോലെ ഒരു കേസ്, ഇതൊക്കെ ഗുരുതരമായിട്ടുള്ള നിയമ ലംഘനമാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അറസ്റ്റിന് നടപടിക്രമങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ കൃത്യമായി
കൃത്യമായിട്ട് ചെയ്യണം. അല്ലെങ്കിൽ ആ ഒരു വ്യക്തികൾക്കുണ്ടാവുന്ന പാളിച്ച അവർക്കത് ബ്ലാക്ക് മാർക്കല്ലേ. ഇവരൊക്കെ ഏത് ലെവലിലേക്ക്, ഒരു കേരളത്തിന്റെ ഏറ്റവും വലിയ ഉയർന്ന നിലയിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. ഇതൊക്കെ അവർക്കൊരു ഒരു ബ്ലാക്ക് മാർക്ക് ആയിട്ട് വരും. അത് കണക്ക് തന്നെ കോടതികളായാലും ലോവർ കോർട്സിലെ മജിസ്ട്രേറ്റുമാരായാലും കൃത്യമായിട്ടുള്ള നിയമ അപബോധം ഉണ്ടാണ്. അവരെല്ലാം വലിയ വലിയ ജഡ്ജ് ആവേണ്ടവരാണ്. മജിസ്ട്രേറ്റുമാർ നാളെ സെഷൻസ് കോടതിയിലെ ജഡ്ജ് ആവേണ്ടവരാണ്. അവർക്കും കൃത്യമായ നിയമ അപബോധം വേണം. അപ്ഡേഷൻസ് കൃത്യമായിരിക്കണം. അവർക്കെല്ലാം ഞാൻ പറയുന്നു, ഓരോ വർഷം അവർക്കൊരു 2 months ട്രെയിനിങ് കൊടുക്കണം. എന്നെങ്കിൽ അവർക്ക് ആ കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടാവും. ഓരോ വർഷത്തെയും കേസുകൾ, അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പരാമർശങ്ങൾ, ഓരോ കോടതികളുടെ ഓരോ പരമോന്നത കോടതികളുടെ ഹൈക്കോടതികളുടെ സുപ്രീം കോടതിയുടെയും പരാമർശങ്ങൾ, നിരീക്ഷണങ്ങൾ, ഇതെല്ലാം കൃത്യമായിട്ട് ഇവർ മനസ്സിലാക്കണം. എങ്കിൽ മാത്രമാണ് ഒരു ന്യായാധിപർക്ക് പോലും കൃത്യമായിട്ടുള്ള ഒരു എങ്ങനെയാണ് ഒരു കേസ് വന്നാൽ എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും പറഞ്ഞു തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ബുദ്ധി അങ്ങ് ഏറ്റു. കുറേ ആൾക്കാരെ ചാടിയിട്ടുണ്ട്. ഇനിയും വരും ദിവസങ്ങൾ ഒരുപാട് പേര് ചാടാനുണ്ട്. എനിക്ക് കുറച്ച് കാര്യങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.